ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം, കേട്ടറ്റിന് എന്താണ് ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. അപ്പം നന്നായിട്ട് PYQs ഒക്കെ നോക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എനിവേസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയ PYQവിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. നോട്ട് PDF ആയിട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിക് ഇതാണ്, കാദംബരി എന്ന് പറയുന്ന ആ ഒരു സംസ്കൃത രചനയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയ ഒരു PYQനകത്ത് ഇതൊരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മഹാകവി ബാൺഭട്ട് ഗ്രന്ഥ കാദംബരി. ഇനി അത് ആരെഴുതിയതാണെന്ന് തന്നെ ആദ്യം തന്നെ ഉണ്ട്. മഹാകവി ബാണഭട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് എന്ത്, കാദംബരി. ഓക്കെ, പ്രാചീന ഭാരതീയ ഗ്രന്ഥമായിട്ട് ഇത് അറിയപ്പെടുന്നു. ഏറ്റവും പഴയ ഒരു ഭാരതീയ ഗ്രന്ഥമാണിത്. സംസ്കൃത സാഹിത്യക്ക് ഏക മഹത്വപൂർണ്ണ കൃതി. ഇതുകൂടാതെ സംസ്കൃത സാഹിത്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രചന കൂടിയാണ് കാദംബരി. വിശ്വ കാ പെഹ്ല ഉപന്യാസ്, ഈ ലോകത്തിലെ ആദ്യത്തെ ഒരു നോവലായിട്ട് കണക്കാക്കുന്നത് കാദംബരിനെയാണ്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ എഴുതിയത് ആരാന്നുള്ളതാണ്, മഹാകവി ബാൺഭട്ട് ആണ്. അപ്പം വിശ്വ കാ പെഹ്ല ഉപന്യാസ്, ഈ ലോകത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കുന്നു ഇതിനെ. ഇനി ഇതിലെ മെയിൻ തീമാണ് നമ്മൾ അടുത്ത ഒരു 2-3 പോയിന്റ് നോക്കാനായിട്ട് പോകുന്നത്. നായക് ചന്ദ്രപീഡ് ഓർ നായിക കാദംബരിക്ക് തീൻ ജന്മോ കി കഥ. അതായത് ചന്ദ്രപീഡ് എന്ന് പറയുന്ന നായകനും അതുപോലെ തന്നെ കാദംബരി എന്ന് പറയുന്ന നായികയും അവരുടെ 3 ജന്മങ്ങളിലെ സ്റ്റോറിയാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, ഈ നോവലിനകത്ത് അവരുടെ 3 ജന്മങ്ങളിലെ സ്റ്റോറിയാണ് ഉള്ളത്. പുണ്ടരിക് ഓർ ഏക് തപസ്വിനി കന്യ മഹാശ്വേതാക്കി പ്രേം കഥ. ഇത് കൂടാതെ തന്നെ പുണ്ടരിക്ക് അതുപോലെ തന്നെ മഹാശ്വേത ഇവരുടെ ഒരു റിലേഷനെ സംബന്ധിച്ച സ്റ്റോറീസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രന്ഥക്ക് ബാണഭട്ട് കെ പുത്ര ഭൂഷൺ ഭട്ടിനെ പൂർണ്ണക്കിയ. അപ്പൊ ഈ ഗ്രന്ഥം ആരാണ് കംപ്ലീറ്റ് ആക്കിയത്, അല്ലെങ്കിൽ കാദംബരി കംപ്ലീറ്റ് ചെയ്ത് ഭൂഷൺ ഭട്ടാണ്. അത് ബാണഭട്ടിന്റെ പുത്രനായിട്ടുള്ള ഭൂഷൺ ഭട്ടാണ് ഈ ഒരു രചന കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഇനി കാദംബരി, ഇതൊരു ചെറിയ വീഡിയോ ആണ്, കാരണം അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ട് നമ്മൾ അതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. ഇനി ഒരു കേട്ടറ്റ് എക്സാമിന് ഏതെങ്കിലും ഓപ്ഷൻ ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാദംബരി കാ അർത്ഥ ഹോത്താ ഹെ മദിര അർത്ഥാത് ഷരാബ്. കാദംബരി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആണ് ഇനിയുള്ളത്. അതിന്റെ മീനിങ് ആണ് മദിര എന്ന് വെച്ചാൽ മദ്യം, അർത്ഥാത് ഷരാബ്. ഷരാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മദ്യമാണ്. ഓക്കെ, ഇനി അടുത്താണ് ബാൺഭട്ട് 7वीं शताब्दी के സംസ്കൃത ഗദ്യകാർ ഓർ കവീതെ. പിന്നെ നമുക്ക് ബാൺഭട്ടിനെ കുറിച്ച് 2-3 പോയിന്റ് കൂടി നോക്കാം. 7वीं ശതാബ്ദി എന്ന് വെച്ചാൽ 7-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗദ്യകാർ, സംസ്കൃതത്തിലെ ഒരു ഗദ്യകാരനാണ്, ഗദ്യരചനകൾ നടത്തുന്ന ആളാണ്, അതുപോലെ തന്നെ കവിയും കൂടി ആണ്. വോ രാജ ഹർഷവർദ്ധൻ കെ ആസ്ഥാൻ കവീതെ. അതുപോലെ തന്നെ രാജ ഹർഷവർദ്ധന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ട്. അപ്പൊ ബാണഭട്ടന്റെ ആശ്രയദാത എന്ന് പറയുന്നത് രാജ ഹർഷവർദ്ധനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആശ്രയത്തിലായിരുന്നു ബാൺഭട്ട് കഴിഞ്ഞിരുന്നത്. ഉൻകെ ദോ പ്രമുഖ ഗ്രന്ഥ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് ഹർഷചരിതം തഥാ കാദംബരി. ഹർഷചരിതം അതുപോലെ തന്നെ കാദംബരി, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 രചനകൾ. ഹർഷചരിതം രാജ ഹർഷവർദ്ധൻ കാ ജീവൻ ചരിത്ര ഹെ. അപ്പൊ എന്താണ്, തന്റെ ആശ്രയദാതാവായിട്ടുള്ള ഹർഷവർദ്ധന്റെ ജീവചരിത്രമാണ് ഹർഷചരിതത്തിനകത്ത് ഉള്ളത്. ഇനി അടുത്തതാണ് കാദംബരി. കാദംബരി എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ഉപന്യാസമായിട്ട്, മീൻസ് നോവലായിട്ട് കണക്കാക്കുന്നത് കാദംബരിനെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്താണ് മെയിൻ ആയിട്ട് ബാണഭട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്. ദോനോ ഗ്രന്ഥ സംസ്കൃത സാഹിത്യക്ക് മഹത്വപൂർണ്ണ ഗ്രന്ഥ മാനേ ജാത്ത. ഈ 2 രചനകളും എന്താണ്, സംസ്കൃതത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്ന കാരണം കാദംബരിനെ ഒന്ന് പരിചയപ്പെടുത്തുക, അത്രമാത്രം ഉദ്ദേശിച്ചുള്ളൂ. എഴുതിയത് ബാൺഭട്ടാണ്. അപ്പോൾ ഇതെന്താണ്, വിശ്വ കാ പെഹ്ല ഉപന്യാസ്, ലോകത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതിനകത്തുള്ളത് ചന്ദ്രപീഡ് അതുപോലെ തന്നെ കാദംബരിയുടെ 3 ജന്മങ്ങളിലെ ഒരു ലവ് സ്റ്റോറിയാണ്. അതുപോലെ തന്നെ പുണ്ടരിക് ഓർ
ഏക് തപസ്വിനി കന്യ, മഹാശ്വേതാക്കി പ്രേം കഥ, ആ ഒരു സ്റ്റോറി ഇതിനകത്തുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് ഭൂഷൺ ഭട്ടാണ്, അത് ബാൺഭട്ടിന്റെ പുത്രനാണ്. ഇനി കാദംബരിയുടെ മീനിങ് എന്ന് പറയുന്നത് ശരാബ് എന്നാണ്. ഇനി സംസ്കൃത ഗദ്യകാർ അതുപോലെ തന്നെ കവിയായിരുന്നു ബാണഭട്ട് 7-ാം നൂറ്റാണ്ടിലെ. ഇനി ഹർഷവർദ്ധന്റെ ആസ്ഥാന കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 രചനകളാണ് ഹർഷചരിതം തഥാ കാദംബരി. ഓക്കെ, ഹർഷചരിതത്തില് ഹർഷവർദ്ധന്റെ ജീവചരിത്രവും കാദംബരി ലോകത്തിലെ ആദ്യത്തെ നോവലായിട്ടും കണക്കാക്കുന്നു. ഈ രണ്ടും സംസ്കൃത സാഹിത്യത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രചനകളാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് കാദംബരിനെ കുറിച്ച് നമുക്ക് കേട്ടറ്റിന്റെ ഒരു ലെവലിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. ഓക്കെ, ബൈ.